തെറ്റുകളുടെ സമൂഹമല്ല, വീണുപോയവന്റെ തിരിച്ചുവരവിന്റെ സമൂഹമാണ് നമ്മുടേത്. വീണു പോകുന്നത് തെറ്റല്ല, വീണ് കിടക്കുന്നതാണ് പാപം എന്ന തിരിച്ചറിവാണ് ലഹരിയിൽ നമുക്ക് നമ്മുടെ യുവാക്കളോട് നൽകുവാൻ കഴിയുന്ന ഏറ്റവും വലിയ സംജ്ഞ. വ്യക്തിപരമായി 13 വർഷങ്ങൾക്ക് മുൻപ് മദ്യപിച്ചിരുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് 13 വർഷങ്ങൾക്ക് മുമ്പ് മദ്യപാനം പൂർണ്ണമായി അവസാനിപ്പിച്ച ആ നിമിഷത്തിൽ ഞാൻ തിരിച്ചറിഞ്ഞതാണ് ലോകത്തിലുള്ള ഏത് ആഴക്കടലിന്റെ വിസ്തൃതിയുള്ള മദ്യശേഖരത്തിനേക്കാൾ കൂടുതൽ വലിയ ലഹരി നൽകുവാൻ, അപരനെ സ്നേഹിക്കുവാൻ കഴിയുന്ന, മറ്റുള്ളവർക്ക് വേണ്ടി കൂടി ജീവിക്കുവാൻ കഴിയുന്ന ജീവിതമാണ് ലഹരി എന്ന തിരിച്ചറിവിന്. നോക്കൂ, നിങ്ങൾക്ക് ഏത് ലഹരി മരുന്ന് നൽകുന്ന, ഏത് ഉറക്ക ഗുളിക നൽകുന്ന ഉറക്കത്തേക്കാൾ കൂടുതൽ സ്വസ്ഥമായി നിങ്ങൾക്ക് ഇൻസോംനിയ ഇല്ലാതെ ഉറങ്ങാൻ കഴിയണമെങ്കിൽ, കാസർഗോഡുള്ള കണ്ണൂരുള്ള എന്റെ ഒരു സുഹൃത്ത് ഡോക്ടർ ഷാഹുൽ ഹമീദിന് ഉറക്കം കിട്ടാതെ വന്നപ്പോ, ഉറക്ക ഗുളികകൾ കഴിച്ചിട്ട് ഉറക്കം കിട്ടാതെ വന്നപ്പോ അദ്ദേഹം കണ്ടെത്തിയ പോംവഴി കാസർഗോഡ് മകജയിലെ എൻഡോസൾഫൻ ബാധിതരായ കുട്ടികളോടൊപ്പം പോയി ഒരു അവധി ദിവസം പൂർണ്ണമായി ചിലവഴിച്ച് അവരോടൊപ്പം ഇരുന്ന് കളിച്ച് ചിരിച്ച് ആഹാരം കഴിച്ച് അവർക്ക് ഒപ്പം സംസാരിച്ച് സാന്ത്വനം പങ്കിട്ട് തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞത്, പിന്നീട് ഒരാഴ്ചക്കാലം മനസ്സിൽ വിഷാദത്തിന്റെ കടലുകൾ, കലാപത്തിന്റെ അസ്വസ്ഥതകൾ ഒന്നുമില്ലാതെ ഏറ്റവും സ്വച്ഛശാന്തമായ നിദ്രയെ പുൽകാൻ എനിക്ക് കഴിഞ്ഞുവെന്നാണ്. ഞാൻ എന്ന വാക്ക് മനസ്സിൽ നിന്ന് കളയാൻ കഴിയണം. അവനിൽ വിശ്വാസം ഉണ്ടാകാതെ വരുമ്പോ, ആത്മവിശ്വാസം കുറയുമ്പോൾ അപരനിൽ വിശ്വസിക്കുകയും ആൾ ദൈവങ്ങളിലും അന്ധവിശ്വാസത്തിലും ലഹരിയിലും അഭയം തേടുകയും ചെയ്യുന്ന ആത്മവിശ്വാസ ശോഷണത്തിന് വശംവദരായി പോകുന്ന നമ്മുടെ യുവതലമുറ കുറ്റവാളികളല്ല എന്നും, മറിച്ച് ശക്തമായ കരുതൽ ആവശ്യമുള്ള സാമൂഹിക രോഗാവസ്ഥയിലേക്ക് വഴുതി വീഴുന്നവരാണ് ലഹരിയുടെ അടിമകൾ എന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് അവരെ വീണ്ടെടുക്കുവാൻ നമുക്ക് കഴിയണം. Nobody is useless in the world. പണ്ട് അധ്യാപകർ യൂസ്ലെസ് എന്ന് പറയും, യൂസ്ലെസ് ആയ ആരുമില്ല എന്നും they are useless എന്നും തിരിച്ചറിയാൻ കഴിഞ്ഞുകൊണ്ട് ലഹരിയുടെ വലയിൽ പെട്ടുപോയവർക്ക്, വീണു പോകുന്നവർക്ക് വീണ് കിടക്കാതെ ഉയർത്തെഴുന്നേൽക്കുവാനുള്ള കൈകൾ നീട്ടുവാൻ സാംസ്കാരിക വകുപ്പിന്റെ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് കഴിയുമെന്നുകൂടി ഓർത്തുകൊണ്ട്, നേരുകളുടെ നടുവിൽ നിന്നുകൊണ്ട് പലപ്പോഴും പനി പിടിച്ചു പോകുന്ന ഒരു ജനതയോട് നടത്തുന്ന ഈ ആത്മസംവാദത്തിന്റെ ആവശ്യകതയാരായുന്ന പുരോഗമന പ്രവർത്തനത്തിന്റെ ഭാഗമായി നൽകിയ പുരസ്കാരത്തിന് നന്ദി രേഖപ്പെടുത്തുന്നതോടൊപ്പം തന്നെ കേരളമെമ്പാടും സമം എന്ന വാക്കിന്റെ അലകൾ പടർത്തുവാൻ വകുപ്പിനും പ്രവർത്തകർക്കും ഫോക്ലോർ അക്കാദമിയുടെ സാരഥികൾക്കും അടക്കം കഴിയട്ടെ. ഈ ആദ്യം പറഞ്ഞിടത്ത് തന്നെ അവസാനിപ്പിക്കാം. അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അപരന് സുഖത്തിനായി വരയണം എന്നത് അർത്ഥമുണ്ടാകണമെങ്കിൽ അപരം എന്നത് ഒരു വലിയ നുണയാണ് എന്ന് തിരിച്ചറിയാൻ കഴിയണം. സമം അല്ലെങ്കിൽ ഇക്വാലിറ്റി ഈസ് എ ലൈ. സമത്വം എന്നത് ഒരു കല്ലുവച്ച നുണയാണെന്ന് വ്യാഖ്യാനിക്കപ്പെടുന്ന ഒരു ഇരുണ്ട കാലത്തിന്റെ നടുവിൽ സമത്വം എന്നത് വിദൂരത്തിലെങ്കിലും പിടിച്ചടക്കാൻ കഴിയുന്ന നേരിന്റെ ഒരു വെളിച്ചത്തിന്റെ കീറാണെന്നും അത് സ്വന്തമാക്കാനുള്ള യാത്രയുടെ ഈ സഞ്ചലനത്തിന് ഐക്യദാർഢ്യം രേഖപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു. അടച്ചുവെക്കുന്നു വാക്കിന്റെ പുസ്തകം സ്നേഹം.